സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങി. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കുടുങ്ങിയത്. 5 വർഷം മുൻപ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ കുടുങ്ങിയ കത്രിക ഈയിടെ നടത്തിയ സ്കാനിങ്ങിനിടയിലാണ് കണ്ടെത്തിയത്. ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയെന്നുള്ള ആരോപണം നേരിടുന്ന ഡോക്ടർ ഇപ്പോൾ സംസാരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക്. അപൂർവമാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ല, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ടു ബുദ്ധി? തന്റെ മുഖത്തോണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണോന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാ വന്നതെന്ന് എന്താ ഓർമ്മ? ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല? എഴുതാനുള്ള സ്റ്റാഫില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതറിയത്തില്ല. ഇതിന്റെ എണ്ണത്തിനൊന്നും ഒരു കണക്കും ഗവൺമെന്റ് ആശുപത്രികളിലില്ല. സിസ്റ്റം ഇങ്ങനെയാണ്. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല. ഗവൺമെന്റ് സെറ്റപ്പിൽ അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിട. അതെങ്ങനെയാ? നിന്റെ ആ ചടപരത്തി തള്ളിയില്ലേ ഈനാമ്പേച്ചി മറിയ, അതിനെയൊക്കെ കെട്ടിയ ഇതുപോലത്തെ സാധനല്ലേ പ്രതീക്ഷിക്കണ്ടു. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. പറയാൻ തുടങ്ങിയിട്ട് ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉണ്ടാക്കില്ലേ അവന്മാര്. കൃത്യമായിട്ട് അന്വേഷിക്കുകയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പൊ തോലുരിയ നീ എന്താ വല്ല പാമ്പ് സർപ്പമറ്റാണോ? പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പറ്റത്തില്ലെങ്കിൽ എഴുന്നേറ്റ് പോവാൻ പറ ഗോപാല. എഴുതാൻ ഇവിടെ വേറെ ആമ്പിള്ളാരുണ്ട്, നീ അല്ല. പ്രോട്ടോകോൾ പ്രകാരം, ഗൈഡ് ലൈൻ പ്രകാരം, WHO പ്രോട്ടോകോൾ പ്രകാരം ആ സ്ട്രപ്നേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല. ഗവൺമെന്റ് സെറ്റപ്പിൽ അങ്ങനെ ഇല്ലാതെ ഒരു ഡോക്ടർ സർജറി നടത്തുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ അത് നടത്തിയത്? അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. വെറുതെ ഉരുളാദാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിയല്ലേ? അത് മറ്റൊരു വിഷയത്തിലേക്കാണ് ആ വാക്കുകൾ കൊണ്ടെത്തിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ഈ വയസ്സാം കാലത്ത് വല്ല പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് ഇങ്ങോട്ട് പോരും.